ദശാബ്ദങ്ങളോളം മഞ്ഞിനടിയിൽ മറഞ്ഞുകിടന്ന ഒരു നിഗൂഢ ലോകം നാസയുടെ റഡാർ സ്കാനിലൂടെ ഇപ്പോൾ ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ഗ്രീൻലാൻഡിലെ മഞ്ഞുപാളികൾക്കടിയിൽ ഒളിപ്പിച്ചിരുന്ന ശീതയുദ്ധകാലത്തെ ഒരു അമേരിക്കൻ സൈനിക താവളമാണ് ഇപ്പോൾ വീണ്ടും ദൃശ്യമായിരിക്കുന്നത്. ക്യാമ്പ് സെഞ്ച്വറി എന്ന് പേരിട്ടിരിക്കുന്ന ഈ താവളം കേവലം ഒരു പട്ടാള ക്യാമ്പ് മാത്രമല്ലായിരുന്നു, മറിച്ച് മഞ്ഞിനടിയിലെ ഒരു അത്ഭുത നഗരം തന്നെയായിരുന്നു. 1959-ൽ ശീതയുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലത്ത് അമേരിക്ക നിർമ്മിച്ചതാണ് ഈ താവളം. പുറംലോകത്തിന് ഇതൊരു ശാസ്ത്ര ഗവേഷണ കേന്ദ്രമായിരുന്നു. എന്നാൽ ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം പ്രോജക്ട് ഐസ്വേം എന്ന രഹസ്യ ദൗത്യമായിരുന്നു. ഏകദേശം 200ഓളം സൈനികർക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു നഗരം തന്നെയായിരുന്നു ഇത്. 3 കിലോമീറ്റർ നീളമുള്ള തുരങ്ക ശൃംഖലകളും ലാബുകളും ആശുപത്രിയും തിയേറ്ററും ഒരു ആണവ റിയാക്ടർ പോലും ഇതിനുള്ളിൽ പ്രവർത്തിച്ചിരുന്നു. സോവിയറ്റ് യൂണിയനെ ലക്ഷ്യം വെച്ച് മഞ്ഞിനടിയിലൂടെ 600ഓളം ആണവ മിസൈലുകൾ വിന്യസിക്കാനായിരുന്നു അമേരിക്കയുടെ പദ്ധതി. എന്നാൽ മഞ്ഞുപാളികളുടെ അപ്രതീക്ഷിതമായ ചലനം കാരണം പദ്ധതി അപകടത്തിലാവുകയും 1967-ൽ ഈ താവളം ഉപേക്ഷിക്കുകയും ചെയ്തു. കാലക്രമേണ മഞ്ഞുമൂടി അപ്രത്യക്ഷമായ ഈ താവളം എന്നേക്കുമായി വിസ്മൃതിയിലാകുമെന്ന് കരുതിയിരുന്നു. എന്നാൽ ആഗോളതാപനം മൂലം മഞ്ഞുരുകുന്നതോടെ ക്യാമ്പിലെ അവശിഷ്ടങ്ങൾ പുറത്തുവരുമോ എന്ന ആശങ്ക ശാസ്ത്രലോകത്തിനുണ്ട്. അവിടെ ഉപേക്ഷിച്ച ആണവ അവശിഷ്ടങ്ങളും രാസമാലിന്യങ്ങളും പരിസ്ഥിതിക്ക് ഭീഷണിയായേക്കാം.